ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് പൈത്തൺ ഫങ്ഷൻസ് ആണ്. നമുക്കറിയാം നമ്മൾ പ്രിൻ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ പ്രിൻ്റ് എന്ന് പറയുന്നത്? പ്രിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ബിൽട്ടിനായിട്ട് വരുന്നൊരു ഫങ്ഷനാണ്. ഇപ്പോൾ എന്താണ് ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. ഇപ്പോൾ നമുക്കൊരു പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് നമ്മളൊരു പേര് കൊടുത്ത് വിളിക്കുന്നതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്താമെന്ന് വിചാരിക്കാം. റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇപ്പോൾ ഒരു ബിരിയാണി മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ കിച്ചൺ ഉണ്ടാക്കുന്നുണ്ട്. ആ കിച്ചണിന് ഞാൻ കൊടുക്കുന്ന പേര് ബിരിയാണി കിച്ചൺ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഞാൻ അതിന് കൊടുക്കുന്ന പേര്. അപ്പം ഇതിൻ്റെ പ്രത്യേകത, ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആക്കിയിട്ട് അവരൊരു ബിരിയാണി തരും. നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ബിരിയാണി അവരുണ്ടാക്കിയിട്ട് തരും. അപ്പം ഇൻപുട്ട് അവർ പറയുന്ന ഓർഡർ തന്നെ കൊടുക്കും വേണം. ഇപ്പം ആദ്യം റൈസ് കൊടുക്കണം, രണ്ടാമത്തത് ചിക്കൻ കൊടുക്കണം, ചിക്കൻ ബിരിയാണി എന്ന് വിചാരിക്കാം, ചിക്കൻ കൊടുക്കണം, പിന്നെ അതിൻ്റെ ഓരോ മസാല സാധനങ്ങളെല്ലാം നമ്മളൊരു ഓർഡറിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കിച്ചൻ്റെ പ്രത്യേകത ഒരു ബിരിയാണിയിൽ സ്പെഷ്യലൈസ് ചെയ്തതാണ്. അത് മാത്രമേ അവരുണ്ടാക്കുള്ളൂ. വേറെ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവില്ല, അവരടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ബിരിയാണി കിച്ചൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഒരു സാധനങ്ങൾ കൊടുത്ത് ഞാൻ ഉണ്ടാക്കി തരും. അതുകൂടാതെ പുറത്തുനിന്നുള്ള ഓർഡറുകൾ എടുക്കാൻ പറ്റും. പുറത്തുനിന്നുള്ള ആളുകൾക്കും ഇതേപോലെ ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബിരിയാണി പ്രിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഇതൊരു പർപ്പസിന് വേണ്ടി, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കി അതിന് വേണ്ട ഇൻപുട്ടുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടത് തിരിച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള സാധനം തിരിച്ചു കൊടുക്കും. ഇതേപോലെ ഞാൻ കേക്കിന് വേണ്ടി കേക്ക് കിച്ചൺ ഉണ്ടാക്കുകയാണ്. ഇവിടെയും ഇതേപോലെ തന്നെ കേക്കിന് വേണ്ടിയുള്ള ഇൻപുട്സും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ചു തരും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിലും നമുക്ക് ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ഇതേപോലെ ഫങ്ഷൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അതൊരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കും ആ ഫങ്ഷന്. അതിന് വേണ്ട ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് വെച്ച് അവരൊരു സാധനം പ്രിപ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാമിൻ്റെ കേസിലാണെന്ന് കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ നെയിമും കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ നെയിമും കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഈ യൂണിറ്റിന് ആർക്ക് വേണമെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ആ ഫംഗ്ഷനെ വിളിക്കാൻ പറ്റും. എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, വേണ്ട ഇൻപുട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പർപ്പസിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പാരാമീറ്ററാണ് ഈ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്. ഇത് ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് എന്താണോ അതിനെ കൺസോളിൽ പ്രിൻ്റ് ചെയ്യും, അല്ലേ? ഞാനിവിടെ വന്നിട്ട് പൈത്തൺ 3 main.py എന്നുള്ളത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹലോ എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് നമ്മളുടെ തന്നെ രീതിയിൽ, ഇതെല്ലാം ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണല്ലോ, നമുക്ക് നമ്മളുടെ തന്നെ രീതിയിൽ ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? നമ്മുടെ കസ്റ്റം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞല്ലോ, പ്രിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൺസോളിൽ ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രിൻ്റ് ഫംഗ്ഷൻ. ഇനി കൺസോളിലൂടെ യൂസേഴ്സിന് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനാണെങ്കിലോ, അങ്ങനെ നമുക്ക് യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു പർപ്പസിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ പേര് ഇൻപുട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നെയിം ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ കൺസോൾ വഴി തന്നെയാണ് യൂസർ ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ യൂസർക്ക് ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാനിവിടെ എൻ്റർ യുവർ നെയിം എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ യൂസർ ഇത് ശരിക്കും ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് കൺസോളിൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട്
യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ റിസീവ് കൺസോളിൽ നിന്ന് ആ വാല്യൂ റീഡ് ചെയ്തിട്ട് നമ്മുടെ ഈ വേരിയബിൾക്ക് അതിനെ സ്റ്റോർ ചെയ്ത് തരും. പിന്നെ നമുക്ക് ആ വാല്യൂസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് അതിനെ പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊടുത്ത സ്ട്രിങ് ഇവിടെ കാണിച്ചു. എന്നിട്ട് ഇവിടെ കർസർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് ജാഫർ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ റിസീവ് ചെയ്തു, ഈ വേരിയബിളിലെടുത്തു. എന്നിട്ട് അതിനെ ഞാനിവിടെ പ്രിൻറ്റ് ചെയ്ത സമയത്ത് അതിനിവിടെ പ്രിൻറ്റും ചെയ്തു. ഓക്കെ. അപ്പോൾ ഓരോ പർപ്പസിന് വേണ്ടി ഓരോ ഫംഗ്ഷനുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷന് യൂസറെ കയ്യിൽ നിന്ന് ഡാറ്റ വാങ്ങിക്കാനുള്ള ഫംഗ്ഷനാണ്. പ്രിൻ്റ് എന്ന് പറയുന്നത് യൂസർക്ക് ഡാറ്റ കൺസോളിൽ അങ്ങ് കാണിച്ചു കൊടുക്കാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഓരോ പർപ്പസിന് ഓരോ ഫംഗ്ഷനുണ്ട്. ഇപ്പം ഞാനിവിടെ വാങ്ങിക്കുന്നത്, ഇപ്പം ഞാൻ ചെറിയ 2 നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു n1 ഈക്വൽ ടു input of enter first number n2 equal to enter second number result equal to n1 plus n2 print result. ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതെന്താ ചെയ്യുക? ആദ്യം ഇവിടെ ഇത് ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ കൺട്രോൾ ബട്ടണും സ്ലാഷും കൂടെ നമ്മുടെ ഫോർവേഡ് സ്ലാഷും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രാവശ്യം ഞാൻ കൺട്രോളും മാക് ആണെന്നുണ്ടെങ്കിൽ കമാൻഡാണ്, വിൻഡോസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീയും അതേപോലെ സ്ലാഷും കൂടെ ഫോർവേഡ് സ്ലാഷാണ് ഉദ്ദേശിക്കുന്നത്, ഈ സ്ലാഷാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം സ്ലാഷ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനെയും പിടിച്ച് കമൻറ്റ് ചെയ്യും. ഒന്നും കൂടെ ഞാൻ ഇതേപോലെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്ലാഷ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺകമൻറ്റ് ചെയ്യും. ഓക്കെ. ക്വിക്കായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ലൈൻ കമൻറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ n1 എന്ന് പറയുന്ന ആദ്യം ഒരു മെസ്സേജ് യൂസർക്ക് കാണിച്ചെടുക്കും. യൂസർ ഫസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ ഈ ഒരു വേരിയബിളിൽ എടുക്കും. വീണ്ടും ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് യൂസർക്ക് കാണിച്ചെടുക്കും. ആ വാല്യൂ n2 എന്ന് പറയുന്ന വേരിയബിളിൽ എടുക്കും. എന്നിട്ട് നമ്മളിവിടെ n1 plus n2 കൊടുത്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണിച്ചു തരും. ഇവിടെ ഹലോ അത് നമ്മൾ മേലെ കൊടുത്തുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് നമ്പർ കൊടുത്തു, ഞാൻ 10 എന്നുള്ളത് കൊടുക്കുകയാണ്. സെക്കൻഡ് നമ്പർ 20 കൊടുത്തു. റിസൾട്ട് എന്താ വന്നത്? സമ്മല്ല ചെയ്തത്, കോൺകാർനേഷനാണ് ചെയ്തത്. സ്ട്രിങ് കോൺകാർനേഷനാണ് നടത്തിയത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എപ്പോഴും ഇൻപുട്ട് എന്ന് വരുന്ന വാല്യൂ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, STR ആണ്, സ്ട്രിങ് ആണ് എപ്പോഴും. അപ്പോൾ നമുക്കതിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റിജർക്ക് എനിക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്, ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻക്ക് നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് ഇൻറ്റിജർ ആക്കിയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഈ റിട്ടേൺ ചെയ്യുന്നതിന് നമ്മൾ നേരെ n1 എന്ന് പറയുന്ന വേരിയബിൾക്ക് എടുക്കുന്നു. അതേപോലെ ഇവിടുന്ന് യൂസർ എൻ്റർ ചെയ്ത വാല്യൂവിനെ അത് സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും. അതിനെ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻക്ക് പാസ് ചെയ്തു. ആ ഫംഗ്ഷൻ അതിനെ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഇൻറ്റിജർ ആക്കി തരും. അതിനെ ഞാൻ n2 എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ സം ചെയ്യുന്നു. അപ്പോൾ ഞാൻ 10 plus 20 എനിക്കിവിടെ 30 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ചെയ്യുന്ന വർക്ക് എന്താണ്? അത് ചെയ്യുന്നത് കൺവേർഷനാണ്. അപ്പോൾ നമ്മൾ പൈത്തണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മിക്കവാറും നമ്മൾ കാണുന്നതെല്ലാം ഫംഗ്ഷൻസ് ആയിരിക്കും. ഓരോ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഓരോരോ ഫംഗ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൈത്തൺ പോലെ തന്നെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്കാണ്. ഓരോ പർപ്പസിന് വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രിൻ്റ് അതേപോലെ ഇൻപുട്ട് ഇതെല്ലാം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സംബന്ധിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂ അതിൻ്റെ ഇൻപുട്ടാണ്. ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ സംബന്ധിച്ച് ഞാൻ ഇത് കൊടുക്കുന്നത് ഇൻപുട്ടാണ്. പ്രിൻറ്റിനെ സംബന്ധിച്ച് ഇത് കൊടുക്കുന്നത് ഇൻപുട്ടാണ്. ഇൻപുട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതേപോലെ ഓക്കെ. അപ്പോൾ ഓരോ പർപ്പസിനനുസരിച്ചുള്ള ഇൻപുട്ടാണ് കൊടുക്കുക. അതനുസരിച്ചാണ് റിസൾട്ട് നമുക്ക് കിട്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കിനി നമ്മുടേതായ ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ n1 n plus n2 ഞാനിവിടെ ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. n1 plus n2 എന്നുള്ളത് കൊടുക്കുകയാണ്. ഞാനിനി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നമ്മളുടേതായ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തണിൽ അതിൻ്റെ സിൻടാക്സ് ഡെഫ് എന്ന് പറയുന്ന
ഡെഫ്, അതായത് എനിക്കൊരു പേര് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണ്, ആഡ് ടു നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഫംഗ്ഷന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കിച്ചൺ ഞാൻ ആദ്യം ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ ആൾക്കാർക്ക് അതിൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇതില്ലെങ്കിലോ കിച്ചൺ ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. കൺസ്ട്രക്ട് ചെയ്ത് സെറ്റായി കഴിഞ്ഞ് വർക്കിംഗ് ആയിക്കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയുക. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനാണ്, അതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ആ കോഡ്. അപ്പം ഞാനിവിടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കേണ്ടത്, ഡെഫിനിഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഡെഫ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഒരു നെയിം കൊടുക്കണം. എന്നിട്ട് ഈ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണ് പാരാമീറ്റർ വാങ്ങിക്കേണ്ടത്, ഞാൻ എക്സ്, വൈ എന്ന് പറയുന്ന 2 വേരിയബിളിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ പാരാമീറ്റർ വാങ്ങിക്കുകയാണ്, ഇൻപുട്ട് പാരാമീറ്റർ വാങ്ങിക്കുകയാണ്. ഓക്കെ. പിന്നെ ഞാൻ കൊടുക്കേണ്ടത് കോളം കൊടുക്കുക. കോളം കൊടുത്തതിന് ശേഷം താഴെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടാണ്, ടാബ് കീ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് പൈത്തണിൽ ഈ ഫംഗ്ഷൻ്റെ കോഡാണെന്നുള്ളത് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പലതിലും നമ്മൾ കാണുക ഇതേപോലെ കേളി ബ്രേസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതാണ് സ്റ്റാർട്ടിങ്, ഇതാണ് എൻഡിങ് എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ലൈൻ മുതൽ ഈ പെർട്ടിക്കുലർ ലൈൻ വരെ എന്നുള്ളത് ഈ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ സിയോ, C++ഓ, ജാവാസ്ക്രിപ്റ്റോ, .NETോ, ജാവയോ ഏത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കേസിൽ ഇതാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു സിൻടാക്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പൈത്തണിൽ ഈ സിൻടാക്സ് സപ്പോർട്ടഡ് അല്ല. ഓക്കെ. അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് കോളം കൊടുക്കണം, ഒരു കോളം കൊടുക്കുക, എന്നിട്ട് എൻട്രി കീ കൊടുക്കുക. എൻട്രി കീ കൊടുക്കുന്ന സമയത്ത് മിക്കവാറും വരുന്നുണ്ടാവുക ഇവിടെ ഒരു ടാബ് കീ, ഒരു ഇൻഡൻറ്റേഷൻ സ്പേസിങ് കൊടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇനി കൊടുക്കുന്ന കോഡ് ഇവിടുന്ന് ഈ ഫംഗ്ഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ കോഡ് നമ്മൾ ഇവിടുന്ന് ഒരു സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സിസ്റ്റത്തിന് മനസ്സിലായിക്കോളും ഇതിൻ്റെ താഴെയുള്ള കോഡാണ് ഇത് എന്നുള്ളത്. കാരണം ഇവിടെ ഉള്ളത് ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനും ഇതേ ലൈനിലാണ്, ഒരേ പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ n1 ഈക്വൽ ടു അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു, നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ അല്ലെങ്കിൽ ഞാൻ ഇൻറ്റിജർക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ് അതിനെ ഇൻറ്റിജർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് നമ്പറിനെ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് വൈ കൊടുത്തു. ഓക്കെ. ഇനി എനിക്കിവിടെ സം ഈക്വൽ ടു എഫ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ. ഓക്കെ. ഇപ്പോൾ നമുക്ക് സം എന്ന് പറയുന്ന വേരിയബിൾ അതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കിച്ചൻ്റെ കേസിൽ ഇൻപുട്ടെല്ലാം തന്നു, അത് വെച്ച് ബിരിയാണി പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ തിരിച്ചു കൊടുക്കണം. വേണ്ട, തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ആരാണോ ഈ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്തത്, ആരാണോ ഫംഗ്ഷനെ വിളിച്ചത് അവർക്ക് ആ വാല്യൂ തിരിച്ചു കിട്ടും. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡെഫ് ഫംഗ്ഷൻ നെയിം, റൗണ്ട് ബ്രാക്കറ്റ്, അതിൽ നമുക്ക് എത്ര പാരാമീറ്റർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. എന്നിട്ടൊരു കോളൻ, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ ആ ഫംഗ്ഷൻ്റെ കോഡ് കൊടുക്കുക. എത്ര ലൈൻ ഓഫ് കോഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സിസ്റ്റത്തിന് മനസ്സിലാവും, കാരണം ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതിൻ്റെ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആസ് എ ഹ്യൂമൻ നമുക്ക് കണ്ടാൽ തിരിയുന്നുണ്ടല്ലോ ഇത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കോഡാണ്, അതേപോലെ സിസ്റ്റത്തിന് മനസ്സിലാവും. ഓക്കെ. അല്ലാതെ ഇവിടുന്ന് ഇതേ ലൈനിലാക്കി കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എറർ അടിക്കും. അപ്പോൾ സിസ്റ്റത്തിന് കൺഫ്യൂഷൻ ആവും, ഇതിൻ്റെ ബാക്കി കോഡ് എവിടെയെന്നുള്ളത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ കർസർ വെച്ച് നമ്മളോട് അറിയും എക്സ്പെക്റ്റഡ് ഇൻഡൻറ്റേഷൻ, സ്പേസിങ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയും. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കിച്ചൺ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ആർക്കെങ്കിലും ബിരിയാണി കിട്ടുമോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ടി വരിക ആ ഫംഗ്ഷൻ ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തണം അല്ല. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷനെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന ഇതാണ്. ഇനി നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാമെന്ന് വിളിക്കുക. ഫംഗ്ഷൻ കോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തലാണ്. അപ്പോൾ എനിക്കിവിടെ 2 നമ്പർ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ result 1 equal to
ആഡ് ടു നമ്പേഴ്സ് ഓഫ്, ഞാൻ ഒരു 2 നമ്പർ ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ അതിനെ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാണ് R1. ഇതെല്ലാം ഞാൻ കമൻറ്റ് ചെയ്യാം. ഹലോ എന്നുള്ളതും കമൻറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയും എനിക്ക് ഒരു ഇതേപോലത്തെ ഒരു കിച്ചൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്കും എന്ത് ഇൻപുട്ട് വെച്ചിട്ടും വിളിക്കാമല്ലോ. അതേപോലെ നമുക്ക് ഇവിടെ വിളിക്കാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് വേറൊരു R2 ഈക്വൽ ടു ആഡ് ടു നമ്പേഴ്സ് ഓഫ് ഒരു നമ്പർ, സെക്കൻഡ് നമ്പർ, ഇങ്ങനെ 2 നമ്പർ നമ്മൾ കൊടുത്തു. പ്രിൻ്റ് ഓഫ് R2. രണ്ടിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 2 കാര്യങ്ങളാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആ ടേം ഓർത്ത് വെക്കണം. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ആക്ച്വൽ കോഡ് എഴുതുന്നതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. ഫംഗ്ഷൻ ഡെഫിനിഷന് പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഫംഗ്ഷന് കോൾ ചെയ്യലാണ്. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പാരാമീറ്റർ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പാരാമീറ്റർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യം കൊടുത്ത വാല്യൂവിനെ എക്സ്ക്ക് പാസ് ചെയ്യും, രണ്ടാമത് കൊടുത്ത വാല്യൂവിനെ വൈക്ക് പാസ് ചെയ്യും. എന്തുകൊണ്ടാണ്? അത് പൊസിഷണൽ ആയിട്ടാണ് പോവുക. ഇതിൻ്റെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കൊടുത്ത വാല്യൂവിനെ ആദ്യത്തെ വേരിയബിൾക്കാണ് അസൈൻ ചെയ്യുക, രണ്ടാമത് കൊടുത്ത വാല്യൂവിനെ രണ്ടാമത്തെ വേരിയബിൾക്ക് അസൈൻ ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വാല്യൂ, അപ്പോൾ ഇതിൽ പൊസിഷൻ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണിത്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ളതെല്ലാം പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ പാസ് ചെയ്യുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ F_ നമ്പറും S_ നമ്പറും സമ്മും ഞാനിവിടെ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാനിവിടെ വന്നിട്ട് പിന്നെ സമ്മിനെ ഞാനിവിടെ വന്നിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലോ, പ്രിൻ്റ് ഓഫ് സം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാലോ, അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ സം എന്നുള്ളത് ശരിക്കും അതിന് വേറൊരു മീനിങ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ തൽക്കാലം F നമ്പർ എന്നുള്ളത് ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. ഞാൻ പ്രിൻ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്നോട് പറയും F നമ്പർ ഈസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെ ഒരു വേരിയബിൾ ഇല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വേരിയബിൾ ഇല്ല എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ലൈഫുള്ളൂ. അതിൻ്റെ പുറത്ത് അതിന് ലൈഫില്ല. കിച്ചൻ്റെ ഉള്ളിലുള്ള മെഷീനിൻ്റെ ഒരു മെഷീനുണ്ട്. ആ മെഷീനിക്ക് പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്നിട്ട് അതിലേക്ക് സാധനം ഇടാനോ അതിൽ നല്ല സാധനം എടുക്കാനോ പറ്റില്ല. അത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് സ്കോപ്പ് ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. പുറത്തുനിന്ന് ആർക്കെങ്കിലും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടില്ല. അതേപോലെ തന്നെ ഈ വേരിയബിളിൻ്റെ ലൈഫ് അത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ്. അല്ലാതെ പുറത്ത് വെച്ച് കണ്ട് അതിനെ ആക്സസ് ചെയ്യാനോ അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാനോ അതിൽ നിന്ന് വാല്യൂ ഇങ്ങോട്ട് എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് നമ്മൾ പറയാം. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വേരിയബിളിന് ഫംഗ്ഷൻ വേരിയബിൾ നമുക്ക് പറയാൻ പറ്റും. ഫംഗ്ഷൻ വേരിയബിളിൻ്റെ സ്കോപ്പ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചങ്ങനെയല്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ, അല്ലെങ്കിൽ ഞാൻ ലെറ്റ്സ് കമ്പനി നെയിം എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്കോഡ് എന്ന് പറയുന്നത്. അതിനെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാണ് കമ്പനി നെയിം. അത് വർക്കാവും. അപ്കോഡ് എന്നുള്ള 2 പ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ 2 പ്രാവശ്യം അതിനെ വിളിക്കുന്നുണ്ട്, ഫംഗ്ഷൻ 2 പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം അത് വർക്കാവും. അപ്പോൾ ഗ്ലോബൽ, ഇതിനെ നമ്മൾ വിളിക്കുക ഗ്ലോബൽ വേരിയബിളാണ്. കാരണം അത് മൊത്തത്തിൽ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ടല്ല നമ്മൾ എഴുതിയിട്ടുള്ളത്, പുറത്താണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഗ്ലോബൽ വേരിയബിളാണ്. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിളിന് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫംഗ്ഷൻ വേരിയബിളിനെ ഇതെല്ലാം ഫംഗ്ഷൻ വേരിയബിളാണ്. അപ്പോൾ ഫംഗ്ഷൻ വേരിയബിളിനെ നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ, അപ്പോൾ ഞാൻ കിച്ചൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നുള്ള ഗ്ലോബലായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഒരാൾ പിന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഈ ആമസോണിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ നിന്ന് എല്ലാവർക്കും ഓർഡർ ചെയ്യാം. അത് ആ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതിനെ ഓർഡർ ചെയ്യാൻ പറ്റും.
പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ മാത്രമുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. അതിനെ നമ്മൾ വിളിക്കുക വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് വിളിക്കുക. വേരിയബിളിന് സ്കോപ്പ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷനുള്ളിൽ മാത്രം. ഗ്ലോബൽ വേരിയബിളിൻ്റെ സ്കോപ്പ് ഗ്ലോബലും ഉണ്ട്, അതേപോലെ ഫംഗ്ഷനുള്ളിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂ മാറ്റാനും പറ്റും. ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റും. വാല്യൂ ആക്സസ് ചെയ്യൽ മാത്രമല്ല, വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യാണ് വാട്ട് ഈസ് ഫംഗ്ഷൻ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഫംഗ്ഷൻ ഇൻ പൈത്തൺ. ഇത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് കോഡ്. പിന്നെ അത് ഒരു ഫ്യൂ ലൈൻസ് ഓഫ് കോഡാണ്. ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ എഴുതിയിട്ടുള്ള കുറച്ച് ലൈൻ ഓഫ് കോഡാണ്. ആ ഫംഗ്ഷന് ഒരു നെയിം ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് അതിലേക്ക് വേണ്ട ഇൻപുട്ട് പാരാമീറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അത് എന്താണോ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് റിട്ടേൺ വാല്യൂ തിരിച്ചു തരും. അപ്പോൾ ആ ബ്ലോക്ക് ഓഫ് കോഡിനെ, ഇത്രയും ലൈൻ ഓഫ് കോഡിന് നമ്മൾ കൊടുത്തൊരു പേരാണ് ആഡ് ടു നമ്പർ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഫംഗ്ഷനെ വിളിക്കുന്നത്. ഇതേപോലെ പൈത്തൺ ഉണ്ടാക്കിയ ടീം എഴുതി വെച്ചതാണ് പ്രിൻ്റ് എന്ന് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. അതൊക്കെ അവർ എഴുതി വെച്ച കോഡാണ്. കോഡ് നമ്മൾ കാണുന്നില്ല, പക്ഷേ അതെല്ലാം അവർ എഴുതി വെച്ച കോഡാണ്. അതേപോലെ നമുക്ക് നമ്മളുടേതായ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. പ്രിൻ്റ് വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മളുടെ ഫംഗ്ഷനും വിളിക്കാൻ പറ്റുന്നുണ്ട്. പ്രിൻ്റ് വിളിക്കുന്ന പോലെ തന്നെയാണ്. പ്രിൻറ്റിൻ്റെ കേസിൽ ആ വാല്യൂ കൺസോൾക്ക് പ്രിൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ വാല്യൂണ് നമ്മൾ വേറെ വിളിക്കാത്തത്, വേറെ വേരിയബിൾക്കൊന്നും റിസീവ് ചെയ്യാത്തത്. ഓക്കെ. പക്ഷേ എനിക്കിനി സിസ്റ്റത്തിലുള്ള ബിൽറ്റിനായിട്ടുള്ള വേറൊരു ഫംഗ്ഷനാണ് സം എന്ന് തന്നെ പേരിലുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. സം എന്ന് പറയുന്ന പേരിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് വാല്യൂസിനെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഞാൻ നമ്പേഴ്സ് ഈക്വൽ ടു 10, 23, 34, 56, 565 എന്ന് പറയുന്ന കുറച്ച് നമ്പേഴ്സിനെ ഞാനൊരു ലിസ്റ്റിലിടാണ്. എന്നിട്ട് ഞാനിവിടെ ഈ നമ്പേഴ്സിനെ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ റിസൾട്ട് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത നമ്പേഴ്സിനെ ലിസ്റ്റിനെ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്നുള്ള ഓരോ വാല്യൂവിന് 10 + 23 + 34 + 565 എന്ന് പറയുന്ന വാല്യൂവിനെ സം ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ തിരിച്ചു തരും. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് ഓഫ് റിസൾട്ട് കൊടുക്കുകയാണ്. എനിക്ക് ആ വാല്യൂ 632 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സം എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത നമ്മൾ എഴുതിയ ഫംഗ്ഷൻ്റെ അതേപോലെ തന്നെയാണ്. ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ഉള്ള റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ടിനെ നമ്മളൊരു വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എഴുതിയ ഫംഗ്ഷനും അവരെഴുതിയ ഫംഗ്ഷനും സിമിലർ മെത്തേഡ് തന്നെയാണ് കോളെല്ലാം ചെയ്യേണ്ടത്. എല്ലാം ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഡാറ്റ ടൈപ്പും നമുക്ക് ഇതേപോലെ വേരിയബിളായിട്ട് ഇതിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് വേരിയബിൾസ്, മൾട്ടിപ്പിൾ വേരിയബിൾസ് പാസ് ചെയ്യാം. പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ വെച്ചിട്ട് തന്നെ പാസ് ചെയ്യണം. ഓക്കെ. നമ്മൾ പറഞ്ഞ ഇത് ഫംഗ്ഷൻക്ക് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം കൊടുക്കുന്ന വാല്യൂ എക്സ്ക്കും രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ വൈക്കും ആണ് പോകേണ്ടത്. എനിക്ക് പക്ഷേ പിന്നെ ഒരു 20 പാരാമീറ്റർ പാസ് ചെയ്യണം. ഈ 20 പാരാമീറ്റർ പാസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളിങ്ങനെ കോമട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു 4-5 ആകുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ പാസ് ചെയ്യുന്ന വാല്യൂ ഏത് വേരിയബിൾക്കാന്നുള്ളത് അല്ലേ? അങ്ങനെ കൺഫ്യൂഷന് സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിലേക്ക് വാല്യൂ പാസ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് പൊസിഷൻ വെച്ചിട്ടുള്ള മെത്തേഡും മറ്റൊന്ന് കീവേഡ് വെച്ചിട്ടുള്ള മെത്തേഡും. 2 മെത്തേഡിലും വർക്കൗട്ട് ആവും. അപ്പോൾ ഞാനിവിടെ R3 = ആഡ് ടു നമ്പേഴ്സ്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വേരിയബിൾ ഉള്ളത്? എക്സും വൈയും ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ എക്സ് ഈക്വൽ ടു ഞാനിപ്പോൾ ഒരു 400, അതേപോലെ വൈ ഈക്വൽ ടു ഞാനൊരു 600 കൊടുക്കണം. ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് പൊസിഷൻ വെച്ചിട്ടല്ല കൊടുക്കുന്നത്, നമ്മൾ കീവേഡ് വെച്ചിട്ടാണ്. വേരിയബിൾ കൊടുത്ത് നമ്മൾ ഇൻപുട്ട് പാരാമീറ്റർ കൊടുത്ത് അതിൻ്റെ ആ വേരിയബിൾ നെയിം തന്നെ നമ്മൾ ഡയറക്റ്റ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും ഏതൊക്കെ വേരിയബിൾക്ക് എന്തൊക്കെയാണ് വാല്യൂ പോകുന്നത് എന്നുള്ളത്. 2 അപ്രോച്ചും വർക്കാവും. ഇപ്പം 400 + 600 1000 നമുക്ക് റിസൾട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡിലും നമുക്ക് വാല്യൂവിനെ പാസ് ചെയ്യാൻ പറ്റും. പൊസിഷൻ വെച്ചിട്ടുള്ളതും പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് കീവേഡ് തന്നെ വെച്ചിട്ടുള്ളതും പാസ് ചെയ്യാൻ പറ്റും. കീവേഡ് വെച്ച് പാസ് ചെയ്യുന്ന സമയത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ആദ്യം വൈ ആണെങ്കിൽ കൊടുക്കാം, പിന്നീട് എക്സ് ആണെങ്കിൽ കൊടുക്കാം, എല്ലാം വർക്കാവും. ഓക്കെ.